നമസ്തേ. ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി എൻ്റെ സർവീസ് സ്റ്റോറി ഇതിനെ വീഡിയോ രൂപേണ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 28 കൊല്ലം ഞാൻ കേരള ഗവൺമെൻറ്റിലെ കേരള ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്തു. 1976 ഞാൻ ജോലി പ്രവേശിച്ചത്. എന്നിട്ട് 1982 വരെ ഓരോ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെയാണ് വർക്ക് ചെയ്തത്. 1982 ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പുനലൂരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 86 ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 89 തൊട്ട് 96 വരെ പുനലൂർ വർക്ക് ചെയ്തു. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ സർജനായിട്ട് 89 തൊട്ട് 96 വരെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പുനലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അപ്പൻഡിസെക്ടമിയാണ്. അത് കഴിഞ്ഞാൽ ഹെർണിയ ചെയ്തിട്ടുണ്ട്, ഹൈഡ്രോസ് ചെയ്തിട്ടുണ്ട്, പൈൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അന്ന് ചിലപ്പോൾ തലേ ദിവസം ഡ്യൂട്ടി ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത അക്യൂട്ട് അപ്പൻഡിസൈറ്റിസൊക്കെ 2-3 എണ്ണം കാണാം. ഭയങ്കര പണ്ട് തൊട്ടേ ഈ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു സർജിക്കൽ സെൻ്ററാണ്. കാരണം 1971 ഡോക്ടർ പുഷ്പാനന്ദൻ സാറ് സർജനാറ്റ് ആദ്യത്തെ സർജനാറ്റ് അവിടെ വന്നു. അതിന് മുമ്പ് ഒരു ലെഫ്റ്റനൻ്റ് കേണൽ VOS പിള്ള എന്ന് പറയുന്ന ഒരു ആർമി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് അതിനടുത്ത്. എമർജൻസി സർജറിയൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം വന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്യും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ശരിക്ക് സർജനെ പോസ്റ്റ് ചെയ്ത് 1971 ഡോക്ടർ BK പുഷ്പാകരാണ് ആദ്യമായിട്ടുള്ള സർജൻ. അന്ന് തൊട്ടേ സർജറി കേസ് ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് 4 സർജന്മാരുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത 4 സർജന്മാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 95 ആയപ്പോഴത്തന്നെ ഒരുപാട് 540 അസിസ്റ്റൻറ്റ് സർജൻ നോൺ കേഡർ അസിസ്റ്റൻറ്റ് സർജന്മാരെ അതായത് നോൺ കേഡർ സിവിൽ സർജന്മാരെ പ്രൊമോട്ട് ചെയ്ത് സിവിൽ സർജന്മാരാക്കി. അവർക്കെല്ലാം ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. ഇപ്പോൾ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ 3 സിവിൽ സർജന്മാർക്ക് മാത്രമേ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് 96 തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ആ പ്രൊമോഷൻ കിട്ടിയ സമയത്ത് അതായത് ഈ 540 പേരെ എടുത്ത് കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്കും പ്രൊമോഷൻ കിട്ടി. ഞാൻ അതിൻ്റെ ബോർഡറിലായിരുന്നു. അപ്പോൾ പുനലൂർ ആശുപത്രിയിൽ അന്ന് വേക്കൻസി ഇല്ല. നിയറസ്റ്റ് വേക്കൻസി ഉണ്ടായിരുന്നത് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ ശരിക്കൊരു ലേഡി സർജനുണ്ട്. പക്ഷേ അവിടുത്തെ അന്നത്തെ MLA ചെങ്ങന്നൂരിൻ്റെ അദ്ദേഹം മരിച്ചുപോയ ആളുടെ പേര് പറയാം, ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസ് എസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് കൊടുത്തു ഈ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ സർജനുമില്ല, ഗൈനക്കോളജിസ്റ്റുമില്ല. കാരണം അവിടെയുള്ള സർജൻ യഥാർത്ഥത്തിൽ എല്ലാവരും ധരിച്ചു വിട്ടിരുന്നു അവർ ഗൈനക്കോളജിയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റാണെന്ന് ധരിച്ചു. അവർ യഥാർത്ഥത്തിൽ സർജനാണ്. അങ്ങനെ എന്നെ അവിടെ പോസ്റ്റ് ചെയ്തു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് പേഷ്യൻസ് വളരെ കുറവാണ്. ഇപ്പോൾ പുനലൂർ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു കിഴക്കൻ മേഖലയിലുള്ള ഒരു വലിയൊരു ഹെൽത്ത് ഏരിയയാണ്. നമ്മുടെ കാച്ച്മെൻറ്റ് ഏരിയ ഒരുപാടുണ്ടെങ്കിൽ അച്ചൻകോവിൽ തൊട്ട് കിടക്കുകയാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കഴുതുരുട്ടി, ഈ മടത്തറ, അഞ്ചൽ അങ്ങനെയുള്ള പത്തനാപുരം താലൂക്ക്, അന്നത്തെ പത്തനാപുരം താലൂക്കാണ്. പത്തനാപുരം താലൂക്കിൻ്റെ വലിയ കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ പേഷ്യൻ്റ് വരുമായിരുന്നു. എന്നാൽ ഈ ചെങ്ങന്നൂർ അങ്ങനെയല്ല. ചെങ്ങന്നൂർ ഇഷ്ടം പോലെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ട്. പന്തളം മെഡിക്കൽ മിഷനുണ്ട്, പിന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസുകളുണ്ട്, വേറെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. പിന്നെ MC റോഡിനോട് ചേർന്നുള്ളതാണ്. എല്ലായിടത്തും പോകാം. കോട്ടയം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് അവിടെ പേഷ്യൻസ് കുറവായിരുന്നു. പ്രധാനമായിട്ടും വരുന്നത് മെഡിക്കോ ലീഗൽ കേസുകളായിരുന്നു വരുന്നത്. മെഡിക്കോ ലീഗൽ കേസ് അന്നത്തെ കാലത്ത് ഈ പ്രൈവറ്റ് ആശുപത്രിക്കാർ ഈ മെഡിക്കോ ലീഗൽ കേസ് കൈകാര്യം ചെയ്യുന്നത് വളരെ റെയറാണ്. അവർക്ക് മെനക്കേടാണ്. കാര്യം കോടതിയിലൊക്കെ പോകണം. ചിലപ്പോൾ ആ ഡോക്ടർ ട്രാൻസ്ഫറായി പോകുമ്പം വേറൊരു ഡോക്ടറെ ചിലപ്പോൾ കേസ് നടന്ന ഒരു 3-4 വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മളെ കോടതിയിൽ വിളിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടറെ കാണത്തില്ല. അപ്പോൾ ഈ പ്രൈവറ്റ് ആശുപത്രിക്കാർ പൊതുവേ മെഡിക്കൽ ലീഗൽ കേസ് എടുക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഇപ്പോൾ എടുക്കും. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പം അല്ലാതെ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ഇപ്പം പോലീസ് കേസ് എടുക്കും. അന്ന് പോലീസ് കേസ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഈ ആക്സിഡൻറ്റും ഈ അടിപിടി കേസുകളുമാണ് ഏറ്റവും കൂടുതൽ. ഡെലിവറി കേസുണ്ട്, സർജിക്കൽ കേസുകളുണ്ട്. പക്ഷേ നമ്പർ ഓഫ് OP കുറവായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഡോക്ടർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡേ ഡ്യൂട്ടിയും ഒരു നൈറ്റ് ഡ്യൂട്ടിയും വരും. അപ്പം ഞാൻ പുനലൂരാണ് താമസിക്കുന്നത്. എൻ്റെ വീട് പുനലൂരാണ്. പുനലൂരിൽ നിന്ന് കറക്റ്റ് 50 കിലോമീറ്റർ ഉണ്ട് ഈ ചെങ്ങന്നൂർ പോകാൻ.
അപ്പോൾ ഞാൻ രാവിലെ 6:30 മണിക്ക് ഒരു ഗുരുവായൂർ ഫാസ്റ്റ് ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് 3-4 സ്റ്റോപ്പേ ഉള്ളൂ. പുനലൂർ തിരിച്ച് അടുത്തെത്തുന്ന പത്തനാപുരം കഴിഞ്ഞാൽ അടൂർ, പന്തളം, ചെങ്ങന്നൂർ, ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോപ്പ്. ഭയങ്കര സ്പീഡിലാണ്. 6:30 മണിക്ക് പോയാൽ കൃത്യം 8 മണിക്ക് മുമ്പ് തന്നെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ എത്തും. ഞാൻ അവിടെ നിന്ന് ഒരു ആട്ടോ ഓടിച്ച് കറക്റ്റ് 8 മണിയാകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തും. ഞാൻ ചെല്ലുമ്പോഴാണ് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ഡോക്ടർ എന്നെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഓപ്പറേഷൻ ഡേ ആണ് വെച്ചിരുന്നത്. എനിക്ക് ഓപ്പറേഷൻ ഡേ ഉണ്ടായിരുന്നു ഞായറാഴ്ച. ഞാൻ പറഞ്ഞ വേറൊരു ലേഡി ഡോക്ടറും സർജനായിട്ടുമുണ്ട്, അപ്പോൾ അവർക്ക് ഒരു ദിവസം കൊടുത്ത് എനിക്ക് വ്യാഴാഴ്ച മതിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ ഡേ ഡ്യൂട്ടി എടുക്കും, നൈറ്റ് ഡ്യൂട്ടി എടുക്കും. കാര്യം പോസ്റ്റ് ഓപ്പറേറ്റീവ് റൗണ്ട്സൊക്കെ എടുക്കുന്നുള്ളതുകൊണ്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്യും. കാര്യം അപ്പോൾ അന്ന് മാത്രം ഞാൻ കാറിൽ പോകും. എനിക്കൊരു ഡീസൽ ഫിയറ്റ് കാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ പുതിയ മോഡൽ കാറുകളൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. ഇത് 1996 കാലഘട്ടമാണ്. അപ്പം ഫിയറ്റ് ഡീസൽ ഫിയറ്റാണ് എൻ്റെ കാറ്. ഞാൻ ഈ വ്യാഴാഴ്ച ദിവസം മാത്രം രാവിലെ ഒരു 6:30 മണിയാകുമ്പോൾ ഞാൻ കാറിൽ പോകും. 8 മണിക്ക് മുമ്പ് അവിടെ എത്തും. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് അവിടെ ഇന്ത്യൻ കോഫി ഹൗസുണ്ട്, ആഹാരം കഴിക്കും. രാത്രിയും ആഹാരം കഴിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ റൗണ്ട് ഷൂ എടുത്തിട്ട് വരും. അപ്പോൾ നമ്മൾ 24 അവേഴ്സ് ഡ്യൂട്ടി എടുക്കുന്നതുകൊണ്ട് പിറ്റേന്ന് ദിവസം നമുക്ക് അവധിയാണ്, നൈറ്റ് ഓഫാണ്. അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ നൈറ്റ് ഓഫ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡേയും നൈറ്റും എടുത്ത് പിറ്റേ ദിവസം അവധി എടുത്തിഞ്ഞ് പോരും. ഞായറാഴ്ചയും പോകത്തില്ല. അങ്ങനെ ചെങ്ങന്നൂർ ഞാൻ ഒരു 6-7 മാസം എല്ലാ ദിവസവും വീട്ടിൽ. അപ്പോഴൊക്കെ നമ്മുടെ ഈ പ്രാക്ടീസൊക്കെ അങ്ങ് കുറഞ്ഞ്. കാരണം ചെങ്ങന്നൂരൊക്കെ എന്തോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇനി പോരും. പിന്നെ ഈ സർജറി ചെയ്യുന്നതിൻ്റെ അന്ന് മാത്രം പിന്നെ അവിടെ രാത്രി താമസിക്കും. അപ്പം രാത്രിയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ വല്ല 2-3 പേഷ്യൻറ്റേ വരത്തുള്ളൂ. അത്ര പേഷ്യൻസ് കുറവാണ്. സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് എല്ലാം അവരെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. ഈ ഗവൺമെൻറ് സെക്ടറി വരുന്നതല്ല, ഞാൻ പറഞ്ഞ പോലെ പോലീസ് കേസ്, പിന്നെ വെറും പാവങ്ങളാണ് ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പം നല്ല ബിൽഡിങ്ങൊക്കെയാണ്. നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന രാമേന്ദ്രൻ എന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലമാണ് അദ്ദേഹം. പിന്നീട് അവിടെ ആശുപത്രിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് 96 കുറേ 6-7 മാസം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ജനറൽ ട്രാൻസ്ഫർ വന്നപ്പം ഞാൻ തിരിച്ച് പുനലൂരോട്ട് ചോദിച്ചു. അപ്പോൾ പുനലൂരോട്ട് ചോദിച്ചപ്പോൾ എനിക്ക് പുനലൂർ തൽക്കാലം കിട്ടത്തില്ല. കാര്യം ഞാൻ പുനലൂരിൽ നിന്ന് പോയിട്ട് 6-7 മാസമായുള്ളൂ. അതുകൊണ്ട് എനിക്ക് അഞ്ചൽ, പുനലൂരിൻ്റെ അടുത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് 10-12 കിലോമീറ്ററിന് അപ്പുറമുള്ള അഞ്ചൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ അവിടുത്തെ സൂപ്രണ്ടായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയാൽ വലിയ കുഴപ്പമില്ല. പിന്നീട് അങ്ങനെ ഞാൻ അഞ്ചൽ വന്നു. അതായത് 1997 തൊട്ട് 2000 വരെ ഞാൻ പുനലൂർ ആശുപത്രി ഇല്ലായിരുന്നു. അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. 97 എനിക്ക് പ്രൊമോഷൻ, 96 അവസാനം എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഞാൻ ചെങ്ങന്നൂർ പോയി. അവിടെ ഒരു 6 മാസം ഇരുന്നതിന് ശേഷം ഞാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തു അഞ്ചലോട്ട്. എനിക്ക് ട്രാൻസ്ഫർ, ഞാൻ അഞ്ചലും പുനലൂർ 2-3 സ്ഥലം എഴുതി കൊടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് അഞ്ചലാണ് കിട്ടിയത്. അഞ്ചൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അഞ്ചൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാം അഞ്ചലത്തെ കാര്യമാണ്. ഈ അഞ്ചൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് അഞ്ചൽ ബ്ലോക്കിൻ്റെ കീഴിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആളിൻ്റെ വർക്കാണ് അതിൻ്റെ നമ്മളെ സൂപ്പർവൈസർ. ബ്ലോക്ക്, അഞ്ചൽ ബ്ലോക്ക്. അപ്പം നമ്മുടെ മന്ത്രിയായിരുന്ന സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം, അന്നത്തെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അന്ന് ഈ പ്രോജക്റ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഈ ജനകീയാസൂത്രണം അന്ന് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ജനകീയാസൂത്രണം. അപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ പ്രോജക്റ്റിൻ്റെയൊക്കെ ഡിസ്കഷനിൽ നമ്മൾ വിളിക്കും. നമ്മളെപ്പോഴും ഈ ബ്ലോക്കിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ പഴയ MP അവിടെ ഒരു നല്ല ഒന്നാന്തര ലേബർ റൂമും ഒരു ഓപ്പറേഷൻ തിയേറ്ററും ഒരു വാർഡുമൊക്കെ കെട്ടി ചുമ്മാ ഇട്ടിരിക്കുന്നു. ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന MP ആണ് അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ അടൂർ MP ആയിരുന്നു. അടൂരിൻ്റെ കീഴിൽ ചെയ്ത സമയത്ത് അവിടെ നല്ല ഒന്നാന്തര ഒരു ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പിന്നീട് ഒരു വാർഡും ഉണ്ടാക്കി വെറുതെ ഇട്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നൊരു ദിവസം നോക്കിയപ്പോൾ എനിക്കാകുമ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി സുരേന്ദ്രൻപിള്ളയോട് ചോദിച്ചു പറഞ്ഞ്, ഇത് നാളെ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണല്ലോ, അതൊന്ന് ഉദ്ഘാടനം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ സാറേ, അത് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല, ആൾറെഡി ഉദ്ഘാടനം ചെയ്തതാണ്, അന്ന് MP തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്, നിങ്ങളങ്ങേക്ക് തുടർന്നാൽ മതി.
ഞാൻ നോക്കിയപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് തൂത്തുവാരിയാൽ മാത്രം മതി, 1-2 വർഷമായിട്ട് പൂട്ടിയിട്ടിരിക്കണം. പിന്നെ ഞാൻ തുറന്നു കൊടുത്തു. അവിടെ ലേബർ കേസൊക്കെ അവിടെ വെച്ച് നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് മൈനർ സർജറിയൊക്കെ ചെയ്യാൻ ഞാൻ തുടങ്ങി. മൈനർ സർജറി എല്ലാം ചെയ്യുമായിരുന്നു. മാത്രമല്ല അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ അന്ന് 1, 2, 4 ഡോക്ടർമാരുണ്ട്. ഒരു ലെപ്രസി കൺട്രോൾ യൂണിറ്റുണ്ട്. ലെപ്രസി കൺട്രോൾ യൂണിറ്റിൽ ഒരു ഡോക്ടറുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ കീഴിലല്ല, അദ്ദേഹം അണ്ടർ ദി DMO ആണ്. DMOയുടെ കീഴിലുള്ളതാണ് ഈ ലെപ്രസി കൺട്രോൾ യൂണിറ്റ്. അദ്ദേഹം ലെപ്രസി പേഷ്യൻറ്റിനെ മാത്രമേ നോക്കത്തുള്ളൂ. മാത്രമല്ല ലെപ്രസി എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഈ അച്ചൻകോവിൽ ഏരിയയിലൊക്കെ മാത്രമേ ലെപ്രസി ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഫീൽഡ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. ലെപ്രസിയുടെ സ്റ്റാഫ് ഒരുപാട് പേരുണ്ട് അവിടെയൊക്കെ. അപ്പോൾ അഞ്ചൽ PHC എന്ന് പറയുമ്പോൾ ബ്ലോക്ക് PHC ആണ്. അതിൻ്റെ കീഴിൽ 3-4 സാധാരണ മിനി PHC ഉണ്ട്. ഉദാഹരണം ഏരോ PHC ഉണ്ട്, അലയമൺ PHC ഉണ്ട്, കരവാളൂർ PHC ഉണ്ട്. അങ്ങനെ 1, 2, 3 PHC മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ മാസം തോറും അവരുടെയൊക്കെ മീറ്റിംഗ് വയ്ക്കും. ഈ ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസ് അങ്ങനെ അന്ന് ഈ മൾട്ടിപർപ്പസ് പരിപാടി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ ഓരോ PHCക്കും നമ്മൾ ടാർഗറ്റ് വിട്ട് അതൊക്കെ വന്ന് അവിടെ അവതരിപ്പിക്കണം. അവരുടെ പെർഫോമൻസ് എല്ലാം അവർ പറയും. അങ്ങനെ എല്ലാ മാസവും മന്ത്ലി ആയിട്ടൊരു കോൺഫറൻസ് ഉണ്ട്. അപ്പം എല്ലാ മിനി PHCയിലെ സ്റ്റാഫും നമ്മുടെ മേജർ PHCയിലെ ഹെൽത്ത് സ്റ്റാഫും എല്ലാവരും വന്ന് അവരുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തോ എന്നൊക്കെ നോക്കും. അങ്ങനെ ആണത്. OP എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി OP ആണ്. അഞ്ചൽ ടൗണാണ്, ഹൃദയഭാഗത്താണ് ഈ ബ്ലോക്ക് PHC. അപ്പം സൂപ്രണ്ട് എന്നാണ് മെഡിക്കൽ ഓഫീസർ ചാർജിൻ്റെ പേര് സൂപ്രണ്ട് എന്നാണ്. സൂപ്രണ്ടിനൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. വേറെ ഡോക്ടർമാർക്ക് താമസിക്കാൻ 2 ക്വാർട്ടേഴ്സുണ്ട്. പിന്നീട് നേഴ്സസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എപ്പോഴും ഈ പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം നല്ല രീതിയിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വാർഡൊക്കെ ഉണ്ടായിരുന്നു. സീരിയസ് പേഷ്യൻസിനെയൊക്കെ കടത്തുമായിരുന്നു. മൈനർ സർജറി ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ മാസവും മന്ത്ലി കോൺഫറൻസ് ഉണ്ട്. കൊല്ലം DMO ഓഫീസിൽ പോകണം നമുക്ക്. അപ്പോൾ ഈ മിനി PHCയിലെ ഡോക്ടർമാരൊക്കെ വരും. അപ്പോൾ നമുക്കവിടെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പ് എടുത്തുകൊണ്ട് നമ്മൾ ഈ സബ് സെൻറ്ററിലൊക്കെ പോകണം. പണ്ട് ഞാൻ കല്ലറ PHCയിൽ വർക്ക് ചെയ്ത പോലെ തന്നെ സബ് സെൻറ്ററിൽ എല്ലാ സ്ഥലത്തും നമ്മൾ പോകണം. ഇമ്മ്യൂണൈസേഷൻ ബുധനാഴ്ച ദിവസം ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഡോക്ടറുടെ പോകണം. അപ്പം റൊട്ടേഷൻ വെച്ച ഡോക്ടർമാർ പോകും. പിന്നീട് അവിടെ കുറേ ഡോക്ടർമാരുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് സർജനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈനക്കോളജിസ്റ്റ് പിന്നെ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കൂടാതെ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നീട് 5-6 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ലെപ്രസി കൺട്രോൾ യൂണിറ്റിൽ ഒരു ഓർത്തോപീഡീഷ്യൻ വന്നു. ഓർത്തോപീഡീഷ്യൻ ഇപ്പം പുല്ലൂർ ഗവൺമെൻറ് ഇല്ല. ഇപ്പം അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ഓർത്തോപീഡിക് സർജനായിരുന്നു അദ്ദേഹം. ലെപ്രസി കൺട്രോൾ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഈ ഇദ്ദേഹം അവിടെ ഓർത്തോപീഡീഷ്യൻ ഉണ്ടെന്നാണ് ആൾക്കാരൊക്കെ വരും. നിയമം അനുസരിച്ച് അദ്ദേഹത്തിനെ കാണിക്കാൻ പറ്റുന്നത്. കാര്യം അദ്ദേഹം നമ്മളെ കീഴിലല്ല. ലെപ്രസി കൺട്രോൾ യൂണിറ്റ് തന്നെ വേറെയാണ്. അപ്പോൾ എൻ്റെ അടുത്തെന്ന് അദ്ദേഹം എന്ന് പറഞ്ഞ് സാറേ ഇവരുടെ എന്നെ കാണാൻ ഓർത്തോപീഡിക് പേഷ്യൻസൊക്കെ വരുന്നുണ്ട്, ഞാൻ അവരെയൊക്കെ നോക്കിക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞ് നിങ്ങൾ ഈ PHC ഈ CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗമല്ല. ലെപ്രസി കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഞാൻ DMOയിൽ പോയി ഒരു കടലാസ് മാറ്റിക്കൊണ്ട് വരണം. അതായത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള PHCയിലുള്ള പേഷ്യൻസിനൊക്കെ നോക്കാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കടലാസ് മാറ്റിട്ടുണ്ട്. ഇദ്ദേഹം നേരെ DMOയിൽ പോയി കണ്ടപ്പോൾ DMO പറഞ്ഞു, അയ്യോ നിങ്ങളെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന DHS ആണ്, നിങ്ങളെ ലെപ്രസി കൺട്രോൾ യൂണിറ്റിൻ്റെ മെഡിക്കൽ ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന DHS ആണ്, ഞാൻ നിങ്ങളെ എങ്ങനെ സമ്മതിക്കും, DHSൻ്റെ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ അദ്ദേഹം DHSൻ്റെ ഒരു പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഓർത്തോപീഡിക് കേസ് മാത്രം അങ്ങേക്ക് നോക്കാൻ അവകാശമുണ്ട്. ഇപ്പം നടുവേദന, മുതുവേദന, അങ്ങനെയുള്ള കോൾഡ് ഓർത്തോപീഡിക്സ് ഉണ്ട്. അങ്ങനെയുള്ള ചുരുക്കം പറഞ്ഞാൽ അങ്ങേര് പേഷ്യൻ്റിനെയൊക്കെ നോക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഒരു ഓർത്തോപീഡിഷ്യൻ്റെ ഒഴിവ് വന്നപ്പോൾ അദ്ദേഹം വന്ന് പോയി. അങ്ങനെ ഞാൻ അവിടെ ക്വാർട്ടേഴ്സിൽ വൈകുന്നേരം വരെ ഇരിക്കുമായിരുന്നു. ഒരുപാട് പ്രാക്ടീസൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ പേഷ്യൻ്റ് ഇട്ടുമായിരുന്നു. ഒരു 6 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഈ പോലെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴും ക്ലാസ്സൊക്കെ എടുക്കാൻ ഞാൻ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലോക്ക് ഓഫീസിൽ നമ്മൾ കൂടെ പോകണം. ഈ
പ്രോജക്റ്റിൻ്റെയൊക്കെ ഇവാലുവേഷനും പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഹെൽത്ത് പരമായ എല്ലാ ടോപ്പിക്കുകളും ഈ ജനകീയ ആസൂത്രണത്തിന് കീഴിലുള്ള പരിപാടിയോടും നമ്മളിവിടെ ചെന്നാണ് സാങ്ഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 1.5 വർഷം വർക്ക് ചെയ്തു. 98 2 വർഷത്തിൽ കൂടുതൽ അവിടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ജനറൽ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഞാൻ പുനലൂരോട്ടും കൊട്ടാരക്കരയും ഒക്കെ എഴുതി കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഇരുന്ന ഒരു ഡോക്ടർ, ഒരു ഫിസിഷ്യൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അസുഖമാണ്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്താൽ ശരിയാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് മാറിക്കൊടുത്താൽ അദ്ദേഹത്തെ അവിടെ തന്നെ ഇരുത്താം. കാരണം അദ്ദേഹം സിവിൽ സർജനാണ്. അദ്ദേഹത്തിന് സിവിൽ സർജനായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിനെ കൊട്ടാരക്കരയ്ക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കൊട്ടാരക്കര പോയാൽ അദ്ദേഹത്തിന് അവിടെ തന്നെ ഇരിക്കാവുന്നു. ഞാൻ പറഞ്ഞു ശരി, എനിക്കാകുമ്പോൾ ഇവിടെ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നാൾ നമ്മൾ സർജറി ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ തഴക്കം, നമ്മളെ ആ എക്സ്പീരിയൻസ് കുറയുമല്ലോ. ഞാൻ വേണമെങ്കിൽ കൊട്ടാരക്കര പോകാം. ഞാൻ കൊട്ടാരക്കര പോകാൻ ബില്ലിംഗ് മെസ്സേജ് കൊടുത്തു. അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ച് കൊട്ടാരക്കര 1999 1997 5 പോയത്. 99 ഞാൻ കൊട്ടാരക്കര പോയി. പിന്നീടുള്ള എൻ്റെ പ്രവർത്തന മേഖല കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കരയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടാണ് എന്നെ കിട്ടിയത്. അവിടെ കുറച്ചുകൂടെ ഡോക്ടർമാർ കൂടുതലുള്ള സ്ഥലമാണ്. എന്തായാലും ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു ഡേ ഡ്യൂട്ടി, ഒരു നൈറ്റ് ഡ്യൂട്ടി എടുക്കണം. അപ്പം അത് എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഡേ ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ഇല്ലായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ അപ്പം ഞാനവിടെ ചെന്നപ്പോൾ വേറൊരു സർജൻ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ആ സൂപ്രണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കുന്ന സൂപ്രണ്ട് വേറെ ഏതോ അവിടെ ടി ബി മെഡിക്കൽ ഓഫീസറുണ്ട്. ടി ബി മെഡിക്കൽ ഓഫീസറായിട്ടാണ് ആ സർജൻ ഇരിക്കുന്നത്. ആ ഒരു സർജൻ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു സർജൻ അവിടെ ഉണ്ട്. പക്ഷേ എന്നെയാണ് സർജനായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് സൂപ്രണ്ട് പറഞ്ഞു, നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. കാര്യം അയാൾ ടി ബി സെൻ്ററിലെ ഡോക്ടറാണ്. അതുപോലെ അവിടെ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു. ആ പീഡിയാട്രീഷ്യൻ ലെപ്രസി കൺട്രോൾ യൂണിറ്റ്, ഈ 5 പോലെ അവിടെയും ലെപ്രസി കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ ഡോക്ടറാണ്. അതുകൊണ്ട് നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് വേണമെങ്കിൽ അങ്ങേരിക്ക് ഒരു ഓപ്പറേഷൻ അല്ല, അങ്ങേരിക്ക് പ്രത്യേക ഓപ്പറേഷൻ ഡേ കൊടുക്കാൻ പറ്റത്തില്ല. 2 ഓപ്പറേഷൻ ഡേ തന്നു. ഒന്ന് ഡേ മേജർ, ഒന്ന് മൈനർ. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ആ ഒരു ഒബ്ജക്ഷനില്ല. അദ്ദേഹം വന്ന് കൊട്ടാരക്കര ഓപ്പറേഷൻ ചെയ്തോട്ടെന്ന്. മാത്രമല്ല അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. ഞാനാണെങ്കിൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ട്. ഞാൻ അവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് ഈവനിങ് വരെ അവിടെ ഇരിക്കും. എല്ലാ ദിവസവും 6 മണി വരെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പേഷ്യൻസൊക്കെ വരും. 1 മണി വരെ ഉള്ളൂ OP. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ഡേ നടന്ന് നമ്മൾ കുറച്ചുകൂടെ താമസിച്ച് നൈറ്റിലെ കുറച്ചുകൂടെ താമസിച്ച് റൗണ്ട് ഷോ ഒക്കെ എടുത്ത് പോസ്റ്റ് ഓപ്പറേഷൻ റൗണ്ട് ഷോ എടുത്ത് തിരിച്ച് പുല്ലൂർ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കാറൊക്കെ മാറ്റി സാൻഡ്രോ കാർ, പുല്ലൂർ ആദ്യമായിട്ട് സാൻഡ്രോ ഇറങ്ങിയ സമയമായിരുന്നു. സാൻഡ്രോയും മാറ്റി 2 കാർ ഇറങ്ങി. അപ്പോൾ പുനലൂർ ആദ്യമായിട്ട് സാൻഡ്രോ കാർ വാങ്ങിച്ചത് ഞാനാണ്. നല്ല രസമുള്ള കാർ, നല്ല ചുമപ്പ് കളറിലുള്ള സാൻഡ്രോ കാർ. അപ്പോൾ ഞാൻ ആ സാൻഡ്രോ കാറിൽ എല്ലാ ദിവസവും കൊട്ടാരക്കര പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പം അവിടുത്തെ സൂപ്രണ്ടിനാണെങ്കിൽ, അപ്പോൾ ഈ മന്ത്ലി കോൺഫറൻസിന് ഈ സൂപ്രണ്ട് പോകണം. സൂപ്രണ്ടാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റാണ്. അവരെൻ്റെ അടുത്ത് എനിക്ക് പോകാനൊന്നും കഴിയത്തില്ല, ഇയാളൊക്കെ പോയാൽ മതി. അങ്ങനെ എല്ലാ മന്ത്ലി കോൺഫറൻസ്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിനും എല്ലാം ഞാനായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പുല്ലൂരാഷ്ട്രത്തിൽ സൂപ്രണ്ടായിട്ടില്ല. അപ്പോൾ സൂപ്രണ്ടാവുന്നതിന് മുമ്പ് കൊട്ടാരക്കര ഡെപ്യൂട്ടി സൂപ്രണ്ടായപ്പോൾ എനിക്ക് സൂപ്രണ്ടിൻ്റേതായ ഒരുപാട് ജോലികളും എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് നമ്മുടെ പുനലൂർ ഹോസ്പിറ്റലിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഹോസ്പിറ്റലാണ് കൊട്ടാരക്കര. അവിടെ ബെഡ് സ്ട്രെങ്ത് കൂടുതലുണ്ട്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടുതലുണ്ട്. TB വാർഡ് പ്രത്യേകമുണ്ട്. ലെപ്രസി കൺട്രോൾ യൂണിറ്റ് പ്രത്യേകം സ്ഥലമുണ്ട്. മാത്രമല്ല കാഷ്വാലിറ്റി ബ്ലോക്ക് തന്നെ പ്രത്യേകമുണ്ട്. മെയിൻ കെട്ടിടത്തിൻ്റെ ഉള്ളല്ല അവിടെ ഡോക്ടർമാർക്ക് ഇരിക്കാനും ഡ്യൂട്ടി ഡോക്ടർക്ക് ഇരിക്കാനും. അപ്പോൾ ഈ വന്ദന കൊലക്കേസൊക്കെ നമ്മൾ ഡ്യൂട്ടി ഡോക്ടറെ മുറിക്കകത്ത് കയറി പോയിട്ട് അതങ്ങനെയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൊല്ലം കോർപ്പറേഷനായതിനു ശേഷം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മിക്കവാറും ജനറൽ ഹോസ്പിറ്റലാവും. അപ്പം താലൂക്ക് ഡിസ്ട്രിക്ട് ആശുപത്രി വേറെയാവും. ഉദാഹരണം പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലാണ്, കോഴഞ്ചേരിയിലാണ് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ആശുപത്രി. അതുപോലെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലുണ്ട്, പേരൂർക്കടയാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അതുപോലെ കൊല്ലം ജില്ലയിലെ ജനറൽ ഹോസ്പിറ്റൽ കൊല്ലമാകുമ്പോൾ ഒന്നുകിൽ പത്തനാപുരം അല്ലെങ്കിൽ പുനലൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാവും. പക്ഷേ അത് രാഷ്ട്രീയമായ സ്വാധീനമുള്ള ആർക്കാണോ അവർക്ക് കിട്ടും. പുനലൂരാണെങ്കിൽ 10 നില കെട്ടിടമുണ്ട്, അവിടെയും വലിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്.
പുനലൂർ ഇപ്പോഴും 142 ബെഡിൻ്റെ സ്ട്രെങ്തേ ഉള്ളൂ. അവിടെ അതിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചാൻസ് ഉള്ളത് മാത്രമല്ല കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയുടെ ഒരു മധ്യഭാഗം. പുനലൂരെന്ന് പറയുന്നത് കിഴക്കൻ മേഖലയിലായിപ്പോയി. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഡിസ്ട്രിക്ട് ആശുപത്രി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ കൊട്ടാരക്കര എനിക്ക് തോന്നുന്നു 13 മാസം ഞാൻ കൊട്ടാരക്കര വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ജനറൽ ട്രാൻസ്ഫർ വന്ന സമയത്ത് ഞാൻ പുനലൂർ ആശുപത്രിയിലൂടെ റിക്വസ്റ്റ് ചെയ്തു. അല്പ രാഷ്ട്രീയ സ്വാധീനമൊക്കെ വേണ്ടി വന്നു. അങ്ങനെ എനിക്ക് അന്ന് കോൺഗ്രസ് എസ്സായിരുന്നു ഹെൽത്ത് സ്ഥിരം. ഇടതുപക്ഷത്തിൻ്റെ പീരീഡിലെല്ലാം കോൺഗ്രസ് എസ്സാണ്. ഈ അടുത്ത കാലത്താണ് എനിക്ക് തോന്നുന്നത് പിണറായി വന്നതിന് ശേഷമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഹെൽത്ത് ഏറ്റെടുത്തത്. അതിന് മുമ്പ് കോൺഗ്രസ് എത്തിനായിരുന്നു പുറത്തോട്ട്. AC ഷൺമുഖദാസായിരുന്നു സ്ഥിരം ഹെൽത്ത് മിനിസ്റ്റർ. അത് വളരെ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പണ്ട് KT വെല്ലിംഗ്ടൺ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നിട്ടുണ്ട്. ഇന്ത്യ ബാലകൃഷ്ണൻ. അങ്ങനെ കൊച്ചു പാർട്ടിക്കാണ് ആ ഹെൽത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് PK ശ്രീമതിയും പിന്നെ ശൈലജ ടീച്ചറൊക്കെ വന്നതിന് ശേഷമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഹെൽത്ത് ഏറ്റെടുത്തത്. അതിന് മുമ്പ് കൊച്ചു പാർട്ടിക്കായിരുന്നു ഹെൽത്ത് കൊടുക്കുന്നത്. എന്തായാലും പിന്നീട് 1999 അവസാനം വരെ ഞാൻ കൊട്ടാരക്കരയിലുണ്ടായിരുന്നു. അങ്ങനെ 2000 ആണ്ടായപ്പോൾ ആ ജനറൽ ട്രാൻസ്ഫറിൽ എനിക്ക് പുനലൂരോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഞാൻ പുനലൂർ വന്നത് സൂപ്രണ്ടായിട്ടാണ്. അന്ന് അവിടെയുള്ള ഒരു സൂപ്രണ്ട് പീഡിയാട്രീഷ്യനായിരുന്നു. ആ പീഡിയാട്രീഷ്യനെ മാറ്റിയിട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ പീഡിയാട്രീഷ്യൻ വേറെ ആളുടെ ഉണ്ടായിരുന്നു. 2 പീഡിയാട്രീഷ്യന്മാരിലുണ്ട്. ആ ഒരു പീഡിയാട്രീഷ്യനെ മാറ്റി. അദ്ദേഹത്തിന് കുറേ കാലമായി സിവിൽ സർജൻ്റെ പോസ്റ്റിലാണ് വരേണ്ടത്. അപ്പോൾ സിവിൽ സർജനെ തന്നെ മാറ്റണം. അങ്ങനെ ആ സിവിൽ സർജനെ മാറ്റിയിട്ട് ഞാൻ സൂപ്രണ്ടായിട്ട് 2000 ആണ്ടിൽ ചാർജ് എടുത്തു. അപ്പം ഈ ഉച്ചയ്ക്ക് കൊട്ടാരക്കര വെച്ച് മിക്കവാറും ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അന്ന് ചോറൊന്നും കൊണ്ടുപോകത്തില്ല. കോഫി ഹൗസിൽ പോയിട്ട് മസാല ദോശ. അന്ന് കോഫി ഹൗസ് ഉണ്ടാക്കിയ കാലമാണ്. ഞാൻ കൊട്ടാരക്കര ആശുപത്രിയിൽ ഇരുന്ന സമയത്താണ് 2 കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഒന്ന്, ഈ പുനലൂരെന്ന് വന്ന് മൊബൈൽ ഫോണില്ല. ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വന്നത് കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ. കൊല്ലത്തുണ്ട് ഐഡിയക്കാർ. ഇപ്പോഴത്തെ ഐഡിയ, അന്നതിന് വേറെ എന്തിനായിരുന്നു പേര്, ഐഡിയ എന്നുള്ള പേരിന് മുമ്പ് വേറെ ഏതോ പേരായിരുന്നു. അന്ന് അവിടെ കൊട്ടാരക്കര മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മൊബൈൽ നമ്പരൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ കോഫി ഹൗസ് സ്റ്റാർട്ട് ചെയ്തു. അത് കോഫി ഹൗസിൽ പോയി സ്ഥിരം മസാല ദോശ കഴിച്ച് ഒരു പുനലൂർ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ കൊട്ടാരക്കര വെച്ചാണ് 2000 ആണ്ടിലാണ് എനിക്ക് ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ പീഡിയാട്രീഷ്യനായിരുന്ന സൂപ്രണ്ടിനെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും പിന്നീട് പുനലൂർ വരികയും സൂപ്രണ്ടായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പുനലൂർ ആശുപത്രിയിൽ നമ്മൾ സർജനായിട്ടോ ആറമായിട്ടിരിക്കുന്ന നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ സാധാരണ ഡോക്ടർ. പക്ഷേ സൂപ്രണ്ടാകുമ്പോഴാണ് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സൂപ്രണ്ടായിരുന്ന സമയത്ത് പുനലൂർ ആശുപത്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അടിത്തറ ഇട്ട് കൊടുത്തു. അതിൻ്റെ കാര്യങ്ങളും ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ പുനലൂർ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. അത് ഞാൻ പിന്നെയുള്ള വീഡിയോയിൽ പറഞ്ഞോളാം. ഇന്ന് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. താങ്ക് യു വെരി മച്ച്.